വെൽക്കം ബാക്ക് ടു ജെ സി ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ജെ സി ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ശനിയാഴ്ച ഒരു യാത്ര പോവുകയാണ്. വേറെ അങ്ങോട്ടും അല്ല, നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഹൈപ്പർ മാർക്കറ്റിലുള്ള യാത്രയാണ് പോകുന്നത്. അവിടെ പോയി നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ പ്രോട്ടീൻ ഫുഡ് ഐറ്റംസ് എല്ലാം കണ്ട് നമ്മൾ ഷേക്ക് ആയാലും അതുകൊണ്ട് തന്നെ ജ്യൂസ് ഐറ്റംസ് ആയാലും വെജിറ്റബിൾ ഐറ്റംസ് ആയാലും എല്ലാം പ്രോട്ടീൻ ഫുഡ് ഐറ്റംസാണ് നമ്മൾ നോക്കിയത്. പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് തന്നെ പല ഐറ്റംസ് ഉണ്ട്. ചിക്കൻ്റെ പാർട്സ് ഉണ്ട്, ലെഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഉണ്ട്, ചിക്കൻ്റെ അതർ പാർട്സ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഒരു 450 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് അങ്ങ് എടുത്ത് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഫാറ്റും റൈസ് നോക്കി ജസ്റ്റ് നോക്കിയതുള്ളൂ കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് പോയി നമ്മൾ എഗ്ഗ് നോക്കി. ഈജിപ്ഷ്യൻ എഗ്ഗ് ഉണ്ട്, ഇന്ത്യൻ എഗ്ഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രേ ഇന്ത്യൻ എഗ്ഗ് അങ്ങ് എടുത്ത് അത്യാവശ്യം പ്രോട്ടീനുള്ള ഫുഡായിട്ട് അങ്ങ് എടുത്ത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിറ്റേന്ന് രാവിലെയുള്ള വീഡിയോ ആണ്. രാവിലെ നമ്മൾ എണ്ണിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പുമാവ് കഴിച്ച് ജസ്റ്റ് അവിടെയൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലീനിങ് ഡേ ആയതുകൊണ്ട് ജസ്റ്റ് നമ്മളെല്ലാം ജസ്റ്റ് റൂം ഒന്ന് ക്ലീൻ ചെയ്ത്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മളിന്ന് പ്രോട്ടീൻ ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു 450 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് നമ്മളിന്ന് എടുത്തത് ഫുള്ളായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് അടിക്കാനല്ല, കൂടെ നമ്മുടെ ഫ്രണ്ട്സുണ്ട്. അപ്പോൾ 450 ഗ്രാം ചിക്കൻ എടുത്ത്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിനോട് 31 ഗ്രാം പ്രോട്ടീൻ കിട്ടും ചിക്കൻ ബ്രസ്റ്റിനകത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആയാലും ഒരു 450 ഗ്രാമിന് എങ്ങനെ ആയാലും 140 പ്രോട്ടീൻ നമുക്ക് കിട്ടും. അപ്പം ഒരു ടൈം കഴിക്കാനല്ല, നമ്മളിപ്പം രാവിലെയും വൈകിട്ടുമായിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ചിക്കൻ ബ്രസ്റ്റ് അങ്ങ് എടുത്ത്. അപ്പോൾ ഇന്നലത്തെ നമുക്ക് യാത്ര കൊണ്ട് ഗുണം ചെയ്യുന്നത് വെച്ചാൽ ചിക്കൻ ബ്രസ്റ്റ് കിട്ടി. ഞാൻ എവിടെ പോയാലും മെയിനായിട്ടുള്ള നോക്കുന്നൊരു ഐറ്റം ചിക്കൻ ബ്രസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ചിക്കൻ ബ്രസ്റ്റ്. അത് നല്ല ടേസ്റ്റുമാണ്, ഹൈ പ്രോട്ടീനുമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഞാൻ അത്യാവശ്യം നമ്മുടെ പണി അങ്ങ് തുടങ്ങി. ചിക്കൻ ബ്രസ്റ്റ് ജസ്റ്റ് നമ്മളൊന്ന് വരയൊക്കെ ഇട്ട്, നമുക്ക് ഇപ്പം തുടക്കമായതുകൊണ്ട് നമ്മളെല്ലാം കുക്ക് ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ വന്നുകൊണ്ട്. പിന്നെ നാട്ടിലുള്ള സമയത്തായാലും നമ്മൾ ചിക്കൻ ആയാലും അതുകൊണ്ട് എഗ്ഗ് ആയാലും അങ്ങനെയുള്ള പ്രോട്ടീൻ ഫുഡ് നമ്മൾ മെയിനായിട്ട് കഴിക്കുക എവിടെ പോയാലും. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്, നമുക്കൊരു 60 ഗ്രാം ഒരു 60 കിലോ ഒരാൾക്കുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആയാലും ഒരു 60 ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും എല്ലാവരും കണക്ക് കൂട്ടുന്നത്. പക്ഷെ എങ്ങനെ ആയാലും ഒരു 80-85 ഗ്രാം പ്രോട്ടീൻ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ കിട്ടും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ ജസ്റ്റ് മസാലയൊക്കെ ഇടുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നമ്മൾ ഹൈ ആയിട്ട് മസാല നടത്തുന്നത് ജസ്റ്റ് നമ്മൾ പുഴുങ്ങാനാണ് ഉദ്ദേശിച്ചത് കുക്കറി ഇട്ട്. പക്ഷെ നമുക്ക് ടൈമില്ല, നമുക്ക് വേറെ ക്ലയൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുണ്ടായതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു ഫ്രൈ ചെയ്യുന്ന രീതിയാക്കി ജസ്റ്റ് നമ്മൾ കുരുമുളക് ഇട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി, മുളക് എല്ലാം ഇട്ട് ജസ്റ്റ് കുറച്ച് നമ്മൾ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇട്ടത്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയല്ല വെക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. സാധാരണയായിട്ട് ഞാൻ വെക്കുന്നത് വെച്ചാൽ ഇത് ജസ്റ്റ് ചിക്കൻ ബ്രസ്റ്റ് എടുക്കുക, അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുരുമുളക് ഇടുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങത്തേ ഉള്ളൂ. ഇത് ഞാൻ ഈ തവണ അതല്ല ചെയ്തത്. അത്യാവശ്യം ഹൈ പ്രോട്ടീനായിട്ട് നമ്മളുണ്ട്. 140 ഗ്രാം പുറത്ത് പ്രോട്ടീൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്യുന്ന രീതിയിലാക്കി. ഇത് ഫ്രൈ ചെയ്യുന്നത് അത്ര പ്രോട്ടീൻ കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ഫുഡ് വേറെ ഐറ്റം വന്നത്. ഇത് അധികമായിട്ടല്ല, ജസ്റ്റ് ഞാനൊന്ന് ഒരു ജസ്റ്റ് വഴറ്റി എടുക്കുന്ന രീതി, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്ന രീതിയാണ് ഞാൻ നോക്കിയത്. ജസ്റ്റ് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മസാല തേച്ച് നമ്മൾ പണിയാൻ തുടങ്ങി. അപ്പം പിന്നെ എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മൾ എവിടെ പോയാലും പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഇപ്പം നാട്ടിലായാലും നമ്മളിപ്പോൾ ലോകത്തിൻ്റെ എവിടെ ആയാലും പൈസ നമ്മൾ അതിന് വേണ്ടി എന്തായാലും നമ്മൾ ഇപ്പം ജങ്ക് ഫുഡ് മേടിച്ച് കളയും. ഫാസ്റ്റ് ഫുഡ് മേടിച്ച് പൈസ കളയുന്നതിനെക്കാട്ടി ഭേദം നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് മേടിച്ച് പൈസ കളയുന്നതായിരിക്കണം. അപ്പോൾ അതാകുമ്പോൾ നമുക്കുള്ള പ്രോട്ടീനും കിട്ടും, നമുക്ക് ഹെൽത്ത് ഈസ് ഗുഡും ആയിരിക്കും. ഹെൽത്ത് ഫുഡും ആയിരിക്കും, നമ്മുടെ ഹെൽത്ത് ഗുഡും ആയിരിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക. ഞാനപ്പം തന്നെ ജസ്റ്റ് പരിപാടി തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കൻ ഇന്നത്തെ ദിവസം ഫുള്ള് ചിക്കൻ്റെ ഉള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ജസ്റ്റ് പണി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്രൈ എന്ന രീതിയിലാണ്. പക്ഷെ ഇത് കാണുമ്പോൾ വിചാരിക്കും ഫ്രൈ ആണ്, ജസ്റ്റ് നമ്മളൊന്ന് ഒരു ഫ്രൈ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് വേവിച്ച് കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചിക്കൻ ബ്രസ്റ്റ് മേടിക്കാൻ നോക്കുക നാട്ടിലുള്ള സമയത്ത്. വില ആയാലും കുഴപ്പമില്ല, നമുക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ട് ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചാൽ, കേട്ടോ. ഇപ്പം ഒരു കാരണവശാൽ ഞാനിപ്പം ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്ത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിപ്പം ഫ്രൈ ചെയ്ത് കഴിച്ചാൽ പ്രോട്ടീൻ കിട്ടും. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുഴുങ്ങി കഴിക്കുക.
ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്. പുഴുങ്ങി കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ കുക്കറിനകത്തിട്ട് കുരുമുളക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി ഞാൻ കഴിക്കുക. അതിൻ്റെ കൂടെ ചപ്പാത്തിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ല. ചോറ് കഴിക്കാം. ഫാറ്റ് കുറഞ്ഞ ചോറായിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ കൂടെ കഴിക്കാനേ, കേട്ടോ. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നിങ്ങളത് നോക്കുക. ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് മേടിക്കാൻ നോക്കുക. പിന്നെ എഗ്ഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എഗ്ഗ് മേടിക്കാൻ നോക്കുക. പിന്നെ ബനാന, പിന്നെ നട്ട്സ് ഐറ്റംസ്, പിന്നെന്തുവാ അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, കുക്കുംബർ, ക്യാരറ്റ്, അതൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും ബോഡിക്ക്. നിങ്ങളിപ്പോൾ ഒരു 100 രൂപ ഇങ്ങനെ നമ്മൾ എക്സ്പെൻസായിട്ട് ഓരോരോ കളയുന്നില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കണം എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ പൈസ കളഞ്ഞതെന്ന് നമ്മൾ നോക്കണം. എന്നാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ പൈസ വേസ്റ്റായിട്ടാണ് കളഞ്ഞത്. അതുപോലെ ഇതുപോലെ നമ്മൾ പ്രോട്ടീൻ ഫുഡ് മേടിച്ചാൽ നമുക്ക് ഗുണമുണ്ടോ എന്ന് ചിന്തിക്കാം. നമ്മൾ ജ്യൂസ് ഐറ്റംസ് മേടിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ അവക്കാഡോ ജ്യൂസൊക്കെ ബെറ്ററാണ്, അതും നമ്മൾ നോക്കണം, പ്രോട്ടീൻ ഫുഡാണോ എന്ന് നോക്കണം. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രൈ ചെയ്ത് തുടങ്ങി. അത്യാവശ്യം ഞാൻ നോക്കിയ സമയത്ത് തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഞാൻ ഒരുപാട് ഫ്രൈ ആക്കുന്നില്ല. ഇപ്പം ഫ്രൈ ആക്കിയാൽ തന്നെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് പ്രോട്ടീൻ ഫുഡായിട്ട് എന്താ നിങ്ങളിത് വറുത്തെടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അല്ലത്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയതാണ്, ഇളക്കി നോക്കിയ സമയത്ത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പം സംഭവം ഓക്കെ ആണെന്ന് ഉറപ്പായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കുരുമുളക് അത്യാവശ്യം ഉണ്ട്, നമ്മളത് നോക്കിയതാണ്. ഇനി കുരുമുളക് ഇടണമെന്ന് നോക്കിയാണ്, കുരുമുളകൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഓക്കെ, ഒരുവിധം ഫുഡ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ്, ചിക്കൻ ബ്രസ്റ്റ് പ്രോട്ടീൻ ഫുഡ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ പാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച പാത്രമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരെണ്ണം എടുത്ത് ഒരു പീസ് എടുത്ത്, ഇതുകൂടാതെ നമ്മൾ ജസ്റ്റ് റൈസ് വെച്ചിട്ടുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് ജസ്റ്റ് ക്യാരറ്റ് മറ്റേത് കൊണ്ട് ഓണിയനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ല. അത്യാവശ്യം കുരുമുളകിൻ്റെയും മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ പുഴുങ്ങിയെടുക്കുമ്പോഴുള്ള, അത്യാവശ്യം കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ജസ്റ്റ് ചപ്പാത്തി ഉണ്ട്, നമുക്ക് ചോറുണ്ട്, പിന്നെ ക്യാരറ്റ്, ഓണിയൻ, കുക്കുംബർ അങ്ങനെയുള്ള ഐറ്റംസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഇപ്പം നമ്മൾ ഒരു ഹൈ പ്രോട്ടീനുള്ള രീതിയിലുള്ള ഫുഡാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 പീസ് പുറത്ത് ഇപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ചിക്കൻ ബ്രസ്റ്റ്. എങ്ങനെയായാലും ഒരു 150 ഗ്രാമിൽ പുറത്ത് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടത്. അപ്പോൾ എങ്ങനെയായാലും എനിക്കൊരു 38 ഗ്രാം പ്രോട്ടീൻ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇന്നലെ നൈറ്റ് ഞാൻ കുറച്ച് നട്ട്സ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നട്ട്സ് എന്ന് വെച്ചാൽ മറ്റേ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴവും, അതുകൊണ്ട് തന്നെ ബദാമും, അതുകൊണ്ട് തന്നെ മുന്തിരിങ്ങ, ഇതിലൂടെ ജസ്റ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുന്ന നല്ലതല്ലേ. അപ്പം കുറച്ച് പ്രോട്ടീനൊക്കെ കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഇത്